പഠിക്കാനുള്ള ബുക്ക് ചോദിച്ചതാണ്. അയ്യോ എന്റെ മാമ, ഇത് കരടെ പിടിവലിയല്ല, ഇത് കേരള പാഠാവലി. വയസ്സാം കാലത്ത് ഈ മുതുക്കന്മാർക്ക് പഠിച്ചിട്ട് എന്ത് കിട്ടാനോ എന്ന്. ഇവിടെ ചെറുപ്പക്കാർ പഠിച്ചിട്ട് തന്നെ ജോലിയില്ല, പിന്നെ എവർക്ക്. ഇപ്പൊ കണ്ടിട്ട് നീ എന്ത് കാര്യം? ആയ കാലത്ത് നീ ഇതുപോലെ ചോദിച്ചില്ലല്ലോ. അല്ല, പൊടി വലിച്ചുകൂടാണ്, ശ്വാസം മുട്ടല്. ഈ വയസ്സാം കാലത്ത് വയോജന വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ വന്നിരിക്കുന്നതേ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, നിന്നെ കാണാൻ. സിസ്റ്ററായിട്ട് കാണാം, പക്ഷെ നീ എന്നെ ഒരു ബിഷപ്പായി കാണണം. കിഴവനെന്ന് ഒരു മധുരപ്പതിനേഴുകാരി ഇരിക്കണ ഇരിപ്പ് നോക്കി. നീ പൊടി കൃഷ്ണൻകുട്ടി, നീ എന്തിനാണ് എന്റെ മേൽ ചാടി കയറുന്നത്? നീ അവളോട് പറ. കൃഷ്ണൻകുട്ടി, ടീച്ചേഴ്സ് പറയുന്നത് അനുസരിക്കാൻ പഠിക്കൂ. അറിയില്ലേ, നല്ല ഗുരുക്കന്മാർക്ക് മാത്രമേ നല്ല വഴികാട്ടിയാകാൻ പറ്റൂ. പിന്നെ ഈ ഗൂഗിൾ മാപ്പ് എന്തെങ്കിലും വലിക്കാനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭഗവാനെ, ഇൻസ്പെക്ഷന് കളക്ടറും സംഭവിച്ചു. മിടുക്കരാണല്ലോ. അതങ്ങനെയല്ലേ വരും സാർ, ഇതിന്റെ ട്രെയിനിങ് ആണ്. നിങ്ങളെല്ലാം അതിരന്മാരാണ്. പ്രായമെന്ന അതിർവരമ്പുകളെ താണ്ടി വിദ്യ അഭ്യസിച്ചവൻ. അത് തന്നെ അതിരുകൾ താണ്ടുന്നവൻ അതിര്. അപ്പൊ ഈ മൈലുകൾ താണ്ടുന്നവനാ അത് മൈ. ഒന്ന് അടങ്ങിയിരിക്കും മാമാ. സാർ ഒന്നും തോന്നരുത്, ഈ മാമൻ ഒരു ഓപ്പൺ ടൈപ്പാ. അത് ഈ ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. നോക്ക്, കണവ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾക്ക് ഒരു നിക്കറെങ്കിൽ വാങ്ങിച്ചിട്ടൂടെ? എല്ലാവരും ലോകം കണ്ട് വളരട്ടടാ. ഇനി നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ കറുത്ത. പേരെന്താ? വീട്ടിൽ എത്ര പേരുണ്ട്? അതല്ല, വീട്ടിൽ എത്ര മെമ്പർമാരുണ്ടെന്ന്. അതല്ല അമ്മച്ചി, എത്ര മക്കളുണ്ടെന്ന്. ഇടുക്കിയാണല്ലോ. അതിരിക്കട്ടെ, എല്ലാവരും ഒരുമിച്ചാണ്. പിന്നെ അറിയാമല്ലോ, ഇപ്പോൾ നടക്കുന്ന പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ആൾക്ക് സാക്ഷരതാ മിഷൻ 1ാം സമ്മാനമായി ക്യാഷ് അവാർഡ് നൽകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയണം. ആദ്യം കേട്ടെഴുത്താൻ എല്ലാവരും എഴുതുന്നു താല്പര്യം. താല്പര്യമുണ്ടെങ്കിൽ പായേ വേണ്ട. സത്യമാണോ പീതാംബര ഈ പറയുന്നത്? അപ്പൊ ഞാൻ പോലും എഴുതാൻ അറിയില്ല സാറേ. ബാക്കിയുള്ളവർക്ക് നമുക്കെല്ലാവർക്കും അറിയാം. നാണക്കേട്. അവൻ ചമ്മി നാറി കേട്ടോ. ഡെയ്സി, ഇവിടെ വരൂ. ഇങ്ങനെ ഒരു ഐറ്റം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇയാളെ ആ എഴുതാൻ പഠിപ്പിക്കും. ആദ്യം പേന ഇങ്ങനെ പിടിക്കണം, എന്നിട്ട് ഇങ്ങനെ, പിന്നെ ഇങ്ങനെ. ഇനി പറയൂ ആ. അയ്യോ, അങ്ങനെയല്ല, അങ്ങനെ മതി. ഡെയ്സി, മതി നിന്റെ ക്ലാസ്. നീ ഇനി ക്ലാസ് എടുത്താലേ തൊട്ടപ്പുറത്ത് ഒരു അംഗൻവാടി കൂടി തുടങ്ങേണ്ടി വരും. താൻ പോയി കാറിലിരിക്കും. ടീച്ചർ, നീ അത് വരെ കുട്ടിച്ച് നാക്കിട്ട് വാ. എന്നാ നീ എന്തൊരു കണക്കിന് അവനെ വിട്ടത്? കരിമരുന്നിന്റെ കൂടെ ആരെങ്കിലും തീ പൊരിയ വിടുവോ? അത് ശരിയാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ടീച്ചറിനെ കൊണ്ടാക്കാൻ പോയാൽ മതി. അതെന്താ നിനക്കെന്നെ അത്ര വിശ്വാസം? അതുകൊണ്ടല്ലടാ, പിന്നെ നനഞ്ഞ തീപ്പെട്ടി ഒരച്ചാൽ കരിമരുന്ന് കത്തൂല. ഇനി എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയണം കേട്ടോ. എന്റെ മാമാനെ കറക്റ്റ് ആയിട്ട് പറയണേ, ഇല്ലെങ്കിൽ ജോലി തെറിക്കും. അതുകൊണ്ടാ. ഒക്ടോബർ 2 അതിന്റെ പ്രത്യേകത എന്താണ്? താങ്കൾ പറയൂ. അന്ന് ബിവറേജ് അവധി. അത് മാത്രം ഓർത്ത് വെച്ചോണം എന്റെ പൊന്നു മാമ. അന്ന് ഗാന്ധി ജയന്തി. അപ്പോൾ ഒക്ടോബർ 30 പ്രത്യേകത? അന്ന് ഗാന്ധിജിയുടെ 28 കെട്ട്. തൊലച്ച്. ആശയാണ് എല്ലാ ദുഃഖത്തിനും കാരണം. ഇത് പറഞ്ഞത് ആര്? ആശയുടെ മാപ്പിള ഷിബു. ഈ ഗ്ലൗമാരും തൊലയ്ക്കും. സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടാൽ ഇംഗ്ലീഷിൽ എന്ത് പറയും? നോക്കടേ, സൂപ്പർ ഐറ്റം. അതല്ല, ഇരിക്കവിടെ. ഭവാനിയമ്മ പറയൂ, ലാവ ഉണ്ടാകുന്നത് എങ്ങനെ? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി നമ്മൾ പാലുമായിട്ട് മുറി ചെന്ന് കയറണം. കണ്ടാവും പാതി കുടിച്ചിട്ട് പാതി നമുക്ക് തരും. അമ്മച്ചി, ഞാൻ നിങ്ങളോട് എന്തോന്നാണ് ചോദിച്ചത്? പാവ ഉണ്ടാകുന്നത് എങ്ങനെയെന്നല്ലേ? ഭാവയല്ല കളവി, ലാവ ലാവ. കുടിയിലോട്ട് പോകാറായി. ഇപ്പോഴും പെറായി എന്തൊരു കൂടി. ഇനി സാമൂഹ്യ പാഠത്തിൽ നിന്നൊരു ചോദ്യം. രാജാറാം മോഹൻ റോയ്ക്ക് സതിയോടുള്ള നിലപാട് എന്തായി? അവര് തമ്മിൽ വലിയ ഇടപാടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വാട്സപ്പിൽ വീഡിയോ വന്നേ. ബയോഗ്രഫി എന്ന വാക്കിന്റെ അർത്ഥം ജീവചരിത്രം. അപ്പോൾ ഓട്ടോബയോഗ്രഫി? ആട്ടോറിക്ഷയുടെ ജീവചരിത്രം. മാസ്റ്റർ പീസ് എന്ന വാക്കിന്റെ അർത്ഥം? സാറിന്റെ തുമ്പ്. അമ്പം പരാജയമാണല്ലോ ഇവിടെ. എന്തായാലും ഞാനിത് റിപ്പോർട്ട് ചെയ്യും. അയ്യോ സാറേ, ചതിക്കരുത്. എന്റെ ജോലി തെറിപ്പിക്കരുത് പ്ലീസ് സാർ, പ്ലീസ്. കാല് പിടിക്കാം. ഇനി ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയണം. സാർ, എനിക്കൊരു പരാതി പറയാനുണ്ട്. ഈ കിഷക്കുട്ടി എപ്പോഴും എന്നെ ശല്യം ചെയ്യുന്നു. അതൊന്ന് പറഞ്ഞു വിലക്കണം. വയസ്സായില്ലേ മാമ, ആയുസ് തീരാറായി. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? കത്തിത്തീർന്ന കമ്പിത്തിരിയിലും കാണും ഇച്ചിരി